ഹായ് പീപ്പിൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ചെറിയ യാത്രയുണ്ട്. അവിടെ ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ എനർജിക്കായിട്ട് ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാം. ഇത് നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അകത്തുള്ള വിശേഷങ്ങൾ കാണാം. വരൂ. ഞാൻ കൊച്ചുപ്രായത്തിൽ എപ്പോഴൊക്കെയോ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് ഉള്ളിലോട്ട് ചെന്ന് നോക്കാം. ഇവിടെ ഒരു സഞ്ചരിക്കുന്ന ലൈബ്രറി കിടപ്പുണ്ട്. അതെന്തായാലും നല്ലൊരു ആശയമാണ്. എനിക്ക് നന്നായിട്ടത് ഇഷ്ടപ്പെട്ടു. നമുക്കിപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് 5 വയസ്സിന് താഴെ എടുക്കണം. പപ്പ വെച്ചിരിക്കും എങ്ങനെ കളഞ്ഞാൽ പിന്നെ അകത്ത് എൻ്ററാക്കാൻ പറ്റില്ല. ഒരു കാട്ടിനുള്ളിൽ പ്രവേശിച്ച ഒരു ഫീലാണ്. അതെന്താ നേര ഹൗസാണോ അത്? അതെന്തായിരുന്നു? എന്ത് എവിടെ മങ്കി? മങ്കിക്കുട്ടന്മാരെ ഇവിടെ കൂട്ടിലൊന്നും അടച്ചിട്ടിട്ടില്ല. അവരെ ഓപ്പണായിട്ട് തന്നെയാണ് വിട്ടിരിക്കുന്നത്. അവർ ചാടി പോവാതിരിക്കാനായിട്ട് ഒരു വലിയൊരു കുഴി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും അതാത് മൃഗങ്ങളുടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഏതൊക്കെ ഇനമാണെന്ന് മനസ്സിലാക്കാനായിട്ട്. നടന്ന് തളർന്ന വേണമെങ്കിൽ തിരിച്ചു വന്ന് ഇവിടെ വിശ്രമിക്കാം. അല്ലെങ്കിൽ പറഞ്ഞ വഴിക്ക് ഇത്രയും തന്നെ നടന്ന് തളർന്നെങ്കിലും ഇവിടെ വന്ന് വിശ്രമിക്കാം. നല്ലൊരു പ്ലേസാണ്. എന്ത് കാണണം? ഇവിടെ PW വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അത് കാരണം കുറച്ച് ഭാഗങ്ങളൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കൂടുണ്ട്. ഈ കൂടിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല, പഴയൊരു കൂടാണ് കേട്ടോ. ഉണ്ടോ? മുതല. അത് ശരി, ഒളിച്ചിരിക്കുകയാണ്. നമ്മള് കരുതിയത് വെറും കൂടാണ്, കൂട്ടിനകത്തുള്ള ഒന്നുമില്ല, പഴയൊരു കൂടാണെന്നാണ് വിചാരിച്ചത്. നോക്കിയപ്പോൾ കാണാൻ 2 മൂങ്ങന്മാർ ഒളിച്ചിരിപ്പുണ്ട്. എഴുതി വെക്കണമായിരുന്നു. ഇത് മനസ്സിലാവുണ്ട് ഇതിനകത്തിരിക്കുന്ന 2 ഉണ്ടോ. ഹിമാലയൻ കഴുകൻ കാണാനാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. അതൊക്കെ കാണുന്നില്ലേ? എത്രയോ ഉയരത്തിൽ പറക്കാൻ പറ്റുന്ന കഴുകന്മാരാണ്. അതിന് 2 അകത്ത് അടച്ചിട്ട് ഇങ്ങനെ ശിക്കുന്നത്. അത് ചേർത്ത് കുഞ്ഞു കുഞ്ഞൻ നേരെ പോയി കഴിഞ്ഞാൽ വിശ്രമ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഇടത്തോട്ട് പോവുകയാണെങ്കിൽ ടോയ്ലറ്റ് ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും കുറച്ച് സമയം വിശ്രമിച്ചിട്ട് പോവാം. നീർനായയുടെ ബോർഡ് കാണുന്നുണ്ട്, പക്ഷെ നീർനായയുടെ കൂട് കാണുന്നു. ഇത് കൊക്കിൻ്റെ വലിയൊരു സാമ്രാജ്യമാണ്. അത്യാവശ്യം പറക്കാൻ പറ്റുന്ന രീതിക്ക് വലിയൊരു കേജിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുടിവെള്ളം അവിടെ ഉണ്ട്. ദാഹിക്കുന്നവർക്ക് വെള്ളം കഴിയും. തണുത്ത വെള്ളം ഏതാണെന്ന് അറിയാം. നമ്മൾ ടച്ച് നോക്കണം. തണുത്ത വെള്ളം ഇല്ല, വെള്ളമേ ഇല്ലെന്നാണ് തോന്നുന്നത്. അതെ, വെള്ളമേ ഇല്ല. ഇത്രയും കിട്ടിയിരുന്നു. ഈ കാണുന്നതാണ് പോണ്ട്. ഇവിടെ ധാരാളം മീനുകളുണ്ട്, പക്ഷേ നമ്മൾ 2 എണ്ണത്തിനെ കണ്ടുള്ളൂ.
പിന്നെ ഇത് കുട്ടിക്കാലങ്ങളിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കൊത്തിവെച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു കൗതുകം. നിങ്ങളും ഇതുപോലെ പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ടോ എങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ വെള്ളത്തിൽ കാണുന്നത് ആദ്യം പാറയാണെന്നാണ് കരുതിയത്, പിന്നെയാണ് മനസ്സിലായത് അത് ഹിപ്പോപ്പൊട്ടാമസ് ആണ്. ഈ കാണുന്നത് ഒരു സ്റ്റാച്ചു പോലെ തോന്നിയില്ലേ? എനിക്കും അങ്ങനെയാണ് തോന്നിയത്. പിന്നെയാണ് അതിൻ്റെ ചെവി അനങ്ങുന്നത് ശ്രദ്ധിച്ചത്. ഇത് നേരിട്ട് കണ്ടപ്പോഴാണ് കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടി എന്ന് നമ്മൾ സാധാരണ പറയുന്ന ആ ഒരു തൊലിക്കട്ടി എന്താണെന്ന് മനസ്സിലായത്. അമ്മാതിരി തൊലിക്കട്ടി. ഇതാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഇതാ നിൽക്കുന്നത് കാട്ടുപോത്താണ്. നമുക്ക് വേണമെങ്കിൽ ജിമ്മൻ കുട്ടൻ എന്ന് വിളിക്കാം. അമ്മാതിരി മസിലാണ് അതിന്. പിന്നെ നമ്മൾ കുറച്ച് ദൂരം നടന്നു വരുമ്പോഴത്തേക്കും ചായ കുടിക്കാനായിട്ടൊരു ചായ സ്പോട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് മാംസഫുക്കുകൾ. ഇത്ര ദൂരം നടന്നു വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് കാണുന്നത്. ബഗ്ഗികൾ 500 രൂപയാണ് ഒരു വണ്ടിക്ക്. നമ്മൾ എൻട്രൻസിൽ തന്നെ ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ബുക്ക് ചെയ്യണം. ഇതിൽ വരുന്നതായിരിക്കും, ഫാമിലി ആയിട്ടൊക്കെ വരുന്നെങ്കിൽ ഇതിൽ വരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം നമ്മൾ കൺഫ്യൂഷൻ ആവാതെ എല്ലാം അവർ തന്നെ ഗൈഡ് ചെയ്ത് കൊണ്ട് കാണിക്കും. നൈറ തുടക്കത്തിലെ ആകാംക്ഷയോടെ വന്നതാണ് പുലിയെ കാണണമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഈ കാണുന്നതാണ് പുള്ളിപ്പുലി. ഇത് നമ്മുടെ കാട്ടിലെ രാജ്ഞി പെൺസിംഹമാണിത്. ഇതാ കിടന്നുറങ്ങുന്നതാണ് നമ്മുടെ കാട്ടിലെ രാജാവ്. കടുവക്കുട്ടൻ ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചമയക്കത്തിലാണ്. ബാലൻസ് ഭക്ഷണം വെച്ചിട്ടുണ്ട്, എഴുന്നേറ്റിട്ട് വീണ്ടും കഴിക്കാൻ. പിന്നെ ഉറങ്ങാ. അപ്പോൾ ഞാൻ ഈ മൃഗശാലയിൽ വന്നിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇവിടെ കണ്ട എല്ലാം പക്ഷികളായിരുന്നാലും മൃഗങ്ങളെ കണ്ടപ്പോൾ എനിക്കൊരു സഹതാപമാണ് തോന്നിയത്. കാരണം അതിനെല്ലാം ഒരു ചെറിയൊരു ഇതിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു ഫീൽ എനിക്കത് വല്ലാത്തൊരു സങ്കടമാണ് തോന്നിയത്. ലോകത്ത് കാട്ടിലൊക്കെ കൊണ്ട് ഇറങ്ങി വിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടതാണ്. ഇതാണ് പുലിമറ. വെള്ളത്തിൽ കിടന്ന് നീരാടുകയാണ്. നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു കൂട് സജ്ജീകരിച്ചിരിക്കുന്നത്. കുറുനരികൾ നല്ല ആക്റ്റീവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി കളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് സൂ ഹോസ്പിറ്റൽ. മൃഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറ്റിയാൽ ഇവിടെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉള്ളത് കുറച്ച് പക്ഷികളും തത്തകളും ഒക്കെയാണ്. ഇതിൽ പലതരം തത്തകളൊക്കെ ഉണ്ട്, സംസാരിക്കുന്ന ഇനങ്ങളും ഉണ്ട്. ഇത് മുള്ളംപന്നിയുടെ ഒരു കൂടാണ്. ഇതിൻ്റെ മുള്ളിന് നല്ല വിഷമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി പോകുന്നത് ചിത്രശലഭ പാർക്കിലേക്കാണ്. ഇത് ഫുള്ളായിട്ട് ഓപ്പണായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത് എങ്ങനെയാണ് ഈ ചിത്രശലഭങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ഏരിയയിൽ തന്നെ താമസിക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് നമ്മുടെ സ്വന്തം ഒട്ടകപക്ഷിയാണ്. വളരെ പ്രായമായെന്നാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത്. അതിൻ്റെ തൂവലൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. നീല നിറത്തിൽ എന്തോ അതിൻ്റെ ദേഹത്ത് പുരട്ടിയിരിക്കുന്നതായിട്ട് കാണാം. മരുന്നായിട്ടാണ് അത് ഫീൽ ചെയ്തത്, എന്താണെന്ന് വ്യക്തമല്ല. അടുത്തത് നമ്മുടെ ഉരകങ്ങളാണ്. എനിക്കിത് വളരെ പേടിയായതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്തോട്ട് നമ്മൾ കയറിയില്ല. ഈ മയിൽ പീലി വിടർത്തിയാലായിരിക്കും മയിലിനെ കാണാൻ നല്ല ഭംഗി. പക്ഷേ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി, ഇതെല്ലാം അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഒരു ദയനീയ അവസ്ഥയിലാണ് എല്ലാവരും ഇതിനകത്ത് ഇരിക്കുന്നത്. ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥ.
ഫൈനലി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്ന് നിന്നിട്ടുണ്ട്. കഴിഞ്ഞു, വീട്ടിലോട്ട് വന്നു. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു കഫേ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിക്കാനോ ചായകൾ കുടിക്കാനോ കാര്യങ്ങളൊക്കെ. നമ്മളൊരു കോഫിയും ഒരു ഡ്രിങ്ക്സുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ കുടിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നല്ല കോഫിയായിരുന്നു. പിന്നെ ഇവിടെ ചെറിയൊരു പാർക്ക് സെറ്റപ്പ് പോലെ ഉണ്ട്, എന്താന്ന് നോക്കാം. ആ പാർക്ക് തീരെ പഴക്കമായിട്ട് മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതെ അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ ആരും അത് യൂസ് ചെയ്യുന്നില്ല കണ്ടിട്ട്. പഴയ പാർക്ക് പ്രവർത്തനമില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. പുതിയ പാർക്ക് അതിന് ഓപ്പോസിറ്റ് തന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അത് പ്രവർത്തനം ആരംഭിക്കുന്നതായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടായിരുന്നല്ലോ ഇവിടെ ഒരു അക്വേറിയം ഉള്ളത്. തിരിച്ചു വരുമ്പോൾ കയറാമെന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ 50 രൂപ അക്വേറിയം ടിക്കറ്റിന് 50 രൂപയാണ്. അവിടെ മറ്റേ മൃഗശാലയുടെ 40 ഈ ഫിഷിന്റെ തലയാണ് ഇവിടെ. ഇതിനകത്ത് നല്ല മനോഹരമായ കുറച്ച് അലങ്കാര മത്സ്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അപ്പോൾ അതും കൂടെയൊക്കെ കണ്ടിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. കണ്ടില്ലേ, ചുറ്റിക്കറങ്ങിയത് ഒരു ഏകദേശം ഒരു 100-150 മീറ്റർ പോലും ഇല്ല. 50 രൂപ ടിക്കറ്റ് സ്പോട്ടിൽ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.